കുറേ നാൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്നത്. ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ ആ ചെടിയിലെല്ലാം നല്ല പച്ചപ്പ് ആയി തുടങ്ങി, പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങി. നല്ലൊരു ക്ലൈമറ്റായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് വെറുതെ അടുത്ത് ഒരു കുറച്ച് ഏരിയ ഉണ്ട് നടക്കാൻ പറ്റിയ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രോസൺ ആണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കിളിമീൻ. അതിന് വേണ്ടി കറിക്ക് വേണ്ടി ആവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ ചെറുള്ളിയും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകേ എടുക്കുന്നുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 2 പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതെടുത്ത് മാറ്റി വെച്ച് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എണ്ണയിൽ ഉലുവ ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ചെറുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് തക്കാളിയും അതേപോലെ തന്നെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കിളിമീനാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഫ്രോസൺ ആയിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഫ്രോസണാന്ന് പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റിൽ ഒരു വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ച് ഉപ്പും ഞാൻ അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഒരിച്ചിരി പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം നമുക്ക് ഫ്ലേവർ കിട്ടും. നല്ലൊരു ഫ്ലേവറായിരിക്കും ഇതിന് കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് നല്ല രീതിക്ക് ടൈറ്റായിപ്പോയി. അപ്പോൾ അതാണ് ഈ കിടന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടും പോലും വരുന്നില്ലായിരുന്നു. എന്തായാലും ചെയ്തെടുത്ത്. അപ്പോൾ മോൾക്ക് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ചെയ്ത് പറഞ്ഞു വിട്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കറി നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം, ലഞ്ചിനും മീൻ കറി കാണും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂട് ഇടിയപ്പവും മീൻ കറി അടിപൊളി കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഇനിയൊരു ദിവസം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.